വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിലെ 4ാമത്തെ മൊഡ്യൂളിന്റെ 2ാമത്തെ ഭാഗമാണ്. നമ്മൾ ഓൾറെഡി ഒരു ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനി അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ന്യൂസ് സ്റ്റോറി ഫോർ എ പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഒരു ജേർണലിസത്തിന്റെ ഒരു ബാക്ക് ബോൺ, ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അപ്പോൾ കുറെ സ്റ്റെപ്പുകളിലൂടെ ഒരു പത്രത്തിന്റെ റെപ്യൂട്ടേഷനെയും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ സ്റ്റേജുകളിലൂടെയാണ്, കുറെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു പ്രിന്റ് മീഡിയക്ക് വേണ്ടിയിട്ടുള്ള എഡിറ്റിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്. അത് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഷുറിങ് അക്യുറസി എന്നുള്ളതാണ്. അക്യുറേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ കൃത്യമായിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അക്യുറസി എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർത്തകളെല്ലാം ശരി തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക, ഫാക്റ്റുകളൊക്കെ റീചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്ട്രാ എഫേർട്ടുകൾ ഫാക്റ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക, അതുപോലെ തന്നെ ഓരോ വാർത്തകളിലും ക്ലാരിഫിക്കേഷൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ഇൻഫർമേഷൻസ് ഓരോ വാർത്തകളിൽ കൊടുക്കുമ്പോൾ അതിനെല്ലാം ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ടുകൾ നൽകുക, എന്നിട്ട് അതിൽ അക്യുറസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് എൻഷുറിങ് അക്യുറസി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും സമയത്ത് നമ്മൾ കെയർലെസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാർത്തകൾ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയൊരു മിസ്റ്റേക്കിലേക്കും വളരെ ബ്ലണ്ടർ മിസ്റ്റേക്കിലേക്കൊക്കെ പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്തുറപ്പ് വരുത്തണം? എൻഷുറിങ് അക്യുറസി എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് അൺനെസസറി വേർഡ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്യുക, അതായത് അതിനെ ഷോർട്ട് ആക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ലെങ്തി റിപ്പോർട്ടുകളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പാരഗ്രാഫുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിന്റെ സ്പേസ് എത്രത്തോളമാണ് അവൈലബിൾ എന്നതിനനുസരിച്ച് അതിനെ റീറൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർഡിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു വേർഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ട്രൂ ഫാക്ട് എന്നുള്ളതിന് പകരം ഫാക്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കാം. വയലന്റ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് എക്സ്പ്ലോഷൻ എന്ന് ഉപയോഗിക്കാം. ക്വാളിഫൈഡ് എക്സ്പേർട്ട് എന്നുള്ളതിന് പകരമായിട്ട് എക്സ്പേർട്ട് എന്ന് ഉപയോഗിക്കാം. ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ളതിന് പകരമായിട്ട് പ്ലാൻസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ലെങ്ത് ഇപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്ന വേർഡ് പ്ലാൻസ് എന്ന് പറയുന്നതിലേക്ക് മാറ്റുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആൻഡ് അടുത്തതാണ് പ്രൊട്ടക്ടിങ് ആൻഡ് പോളിഷിങ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് എഡിറ്റിംഗിന്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ലാംഗ്വേജ് പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ നല്ല ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നല്ല ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ലാംഗ്വേജിലൂടെയും മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാർത്തകൾ എഡിറ്റ് ചെയ്യേണ്ടത്. സ്പെല്ലിങ്ങുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ ലാംഗ്വേജിലാണോ എഴുതുന്നത് എന്ന് നോക്കുക, പാരഗ്രാഫുകളും കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നോക്കുക, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എറേഴ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, ഓക്വേർഡ് സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആണ് എന്നുണ്ടെങ്കിൽ അത് റീറൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റിംഗ് ക്ലിയർ ആക്കുക, സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് എന്തെന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിലൂടെ നല്ല രീതിയിൽ നല്ല ലാംഗ്വേജിൽ ഒരു വാർത്തകൾ എഴുതാൻ സാധിക്കും. ആൻഡ് 4ാമത്തെ സ്റ്റെപ്പാണ് കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ന്യൂസിന് എന്തുണ്ടായിരിക്കും, കൺസിസ്റ്റൻസി വേണം എന്നുള്ളത്. അത് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിൽ അതിൽ പറയുന്നുണ്ട് ദ പൈലറ്റ് സെയ്ഡ് ദ 2 planes ആൾമോസ്റ്റ് ഹിറ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ദ ന്യൂസ് കോൺഫറൻസ് എന്നുള്ളത്. അതായത് ന്യൂസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് പൈലറ്റ് പറഞ്ഞു 2 പ്ലെയിനുകളും ഓൾമോസ്റ്റ് അത് ഹിറ്റ് ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ശരിക്കും അതെങ്ങനെയാണ് ആവേണ്ടത്? ദ പൈലറ്റ് ടോൾഡ് ദ ന്യൂസ് കോൺഫറൻസ് ദാറ്റ് ദ 2 planes ആൾമോസ്റ്റ് ഹിറ്റ് ഈച്ച് അതർ. അതായത് പൈലറ്റ് ന്യൂസ് കോൺഫറൻസിൽ ഇരുന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാക്കി മാറ്റണം. ആ സെന്റൻസിൽ വന്നിട്ടുള്ള
മിസ്റ്റേക്ക് മീൻസ് ആ മാറ്റം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇത്തരത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റ് ആണ് മേക്കിംഗ് ദ സ്റ്റോറി കൺഫേം ടു സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഓരോ ന്യൂസ് പേപ്പേഴ്സിനും എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റൈൽ ബുക്കുകൾ ഉണ്ടായിരിക്കും, സ്റ്റൈൽ ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അത് എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ, നമ്മൾ 1ാമത്തെ ഭാഗത്തിലുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റൈൽ ഗൈഡുമായിട്ട് സ്റ്റൈൽ ഷീറ്റുമായിട്ട് ഒരുമിച്ച് അല്ലെങ്കിൽ അതിന്റെ അതേ മോഡലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാർത്തകൾ തയ്യാറാക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് പത്രങ്ങളിൽ AB വാജ്പേയി എന്ന് എഴുതുന്നത് A.B വാജ്പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇന്ത്യയുടെ മുൻകാലത്ത് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ആണ് AB വാജ്പേയി എന്ന് പറയുന്നത്. അപ്പൊ ഈ AB വാജ്പേയി എന്ന് എഴുതുന്ന സമയത്ത് A.B വാജ്പേയി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എഴുതി. പിന്നീട് മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, AB, അതായത് A ഡോട്ട് ഇടാതെ അതിന്റെ കൂടെ തന്നെ AB വാജ്പേയി എന്ന് എഴുതി. മറ്റൊരു സ്ഥലത്ത് Mr.A.B വാജ്പേയി എന്ന് എഴുതി. അപ്പൊ ഇത്തരത്തില് 3 സ്ഥലങ്ങളിൽ 3 രീതികളിലാണ് എന്ത് ചെയ്യുന്നത്, AB വാജ്പേയി എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലാക്കാതെ എല്ലാ സ്ഥലത്തും ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ അതിലെന്തുണ്ടായിരിക്കും, ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യാൻ കഴിയും. അതാണ് ഏതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മളുടെ സ്റ്റൈൽ ബുക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. അത് സ്റ്റൈൽ ബുക്കിന് പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ വാർത്തകൾ തയ്യാറാക്കേണ്ടത്. ആൻഡ് 6ാമത്തെ സ്റ്റെപ്പാണ് എലിമിനേറ്റിംഗ് ലൈബ്ലെസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ലൈബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ഡിഫാമേഷൻ ആണ്. ഡിഫാമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകീർത്തി പരാമർശം എന്നുള്ളതാണ്. ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം പറയുന്നതാണ് ഡിഫാമേഷൻ എന്ന് പറയുന്നത്. അതിൽ എഴുതിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ചെയ്യുന്ന ഡിഫാമേഷനെയാണ് ലൈബൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ലൈബൽ ഡിഫാമേഷൻസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എലിമിനേറ്റിംഗ് ലൈബിലസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് എലിമിനേറ്റിംഗ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ്. 7ാമത്തെ സ്റ്റെപ്പാണ് എലിമിനേറ്റിംഗ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തകളിൽ വൾഗാരിറ്റി തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതിന് ഒരു എക്സാമ്പിൾ ആണ് മാധ്യമ ന്യൂസ് പേപ്പർ ഫിലിം അഡ്വർടൈസ്മെന്റുകളും അതുപോലെ തന്നെ ഒരു മോശമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഫോട്ടോഗ്രാഫ്സുകളുള്ള പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും മാധ്യമ ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കാറില്ല. അത് അവരുടെ ഓഡിയൻസിന്റെ അല്ലെങ്കിൽ അവരെ എത്തിക്സിന് എതിരായിട്ട് മാറുന്നത് കൊണ്ടാണ് മാധ്യമ ന്യൂസ് പേപ്പർ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കാത്തത്. അപ്പം ഓരോ പത്രങ്ങൾക്കും അവരുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായിട്ട് 8ാമത്തെ പോയിന്റ് ആണ് റൈറ്റിംഗ് അട്രാക്റ്റീവ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് വാർത്തകൾ എന്താണ്, ആ വാർത്തകളുടെ കൺസൈസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏറ്റവും ഷോർട്ട് ആയിട്ട് നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത്. ആ ഹെഡ്ലൈൻസുകൾ നമ്മൾ അറ്റൻഷൻസ്, അതായത് റീഡേഴ്സിന്റെ അറ്റൻഷൻസ് ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ഹെഡ്ലൈൻസുകൾ തയ്യാറാക്കുന്നത്. അപ്പൊ നല്ല ഹെഡ്ലൈൻസുകൾ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡ്ലൈൻസുകൾ തയ്യാറാക്കുക. 9th പോയിന്റ് ആണ് ഹാൻഡ്ലിംഗ് ന്യൂസ് ഏജൻസി കോപ്പീസ് എന്ന് പറയുന്നത്. അതായത് ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനാഷണലി ഓക്കെ ആയിട്ടുള്ള വാർത്തകൾ, അതിന് ഫോട്ടോസ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് മറ്റ് ന്യൂസ് പേപ്പറിലോട്ട് വിതരണം ചെയ്യുന്ന ഏജൻസികളെയാണ് ന്യൂസ് ഏജൻസികൾ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഒരു പത്രത്തിലോട്ട് ന്യൂസ് ഏജൻസികളിൽ നിന്ന് നിരവധി വാർത്തകൾ വരും. ആ വാർത്തകളെല്ലാം കൈകാര്യം ചെയ്യുക, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകൾ ചൂസ് ചെയ്യുക, അത് അക്യുറേറ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. ആ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പബ്ലിഷ് ചെയ്യുക. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഹാൻഡ്ലിംഗ് ന്യൂസ് ഏജൻസി കോപ്പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 10th പോയിന്റ് ആണ് എൻഡിങ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ് എന്ന് പറയുന്നത്. അതായത് എൻഡിങ് അല്ല, എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ് എന്ന് പറയുന്നത്. അതായത് എഡിറ്റിംഗ് പ്രോസസ്സിന്റെ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇമേജുകളും അതുപോലെ തന്നെ പേജുകളൊക്കെ ഡിസൈൻ ചെയ്യുക. ഫ്രണ്ട് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, സ്പോർട്സ് കോളം, ഇന്റർനാഷണൽ ന്യൂസുകൾ വരുന്ന കോളം, അങ്ങനെയല്ല ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർത്തകളും അതിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ട് എല്ലാ പേജുകളും ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രിന്റ് മീഡിയ അതിന്റെ ന്യൂസ് സ്റ്റോറി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തത് എൻഷുറിംഗ് അക്യുറസി, രണ്ടാമത്തത് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ്, മൂന്നാമത്തത് പ്രൊട്ടക്ടിങ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ്, നാലാമത്തത് കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ്, അഞ്ചാമത്തത് മേക്കിംഗ് ദ സ്റ്റോറി കൺഫേം ടു സ്റ്റൈൽ, 6 എലിമിനേറ്റിംഗ് ലൈബലസ് സ്റ്റേറ്റ്മെന്റ്, 7th
eliminating passage in poor taste. എട്ടാമത്തത് writing attractive headlines. Ninth, handling news agency copies. And 10th, ലാസ്റ്റത്തെ പോയിന്റ് ആണ് എഡിറ്റിംഗ് പിക്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് പേജസ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എഡിറ്റിംഗ് ന്യൂസ് സ്റ്റോറീസ് ഫോർ റേഡിയോ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, പ്രിന്റ് മീഡിയക്കാണ്, ഇനി റേഡിയോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റേഡിയോ എന്താണ്, കേൾക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് റേഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജുകൾ സിമ്പിൾ ആയിരിക്കണം, കോൺവെർസേഷണൽ ആയിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ പ്രൈമറി ടൂൾ എന്തായിരിക്കും, ഈ ഓഡിയൻസിന് അല്ലെങ്കിൽ ലിസണേഴ്സിന് പെട്ടെന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് സിംപ്ലിഫൈ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് വളരെ ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ സെന്റൻസുകൾ ഉപയോഗിക്കുക, ടെക്നിക്കൽ ടേംസുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകൾ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നിരുന്നാൽ മാത്രമേ ആളുകൾക്ക്, ലിസണേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് ആണ് റൈറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത്. അതായത് കേൾവികൾക്ക് വേണ്ടിയിട്ട് എഴുതുക. ഇപ്പോ 12,453 എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്, മനസ്സിലാവാതിരിക്കാനുള്ള. അതായത് ഉദാഹരണത്തിന് 12,453 സർവൈവേഴ്സ് ആർ ഷിഫ്റ്റഡ് ടു റിലീഫ് ക്യാമ്പ് ആഫ്റ്റർ ദ ഡിവാസ്റ്റിംഗ് ലാൻഡ്സ്ലൈഡ് ഇൻ വയനാട് എന്ന് പറയുന്ന ഭാഗം ഒരു റേഡിയോയിലൂടെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എത്രയാണ് കണക്ക് എന്നുള്ളത് പറയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതിന് പകരമായിട്ട് ഓവർ 12,000 സർവൈവേഴ്സ് എന്ന് പറഞ്ഞ ആക്കുമ്പോഴേക്കും 12,000 അധികം ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് റൈറ്റിംഗ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ സെന്റൻസുകൾ മാറ്റി എഴുതുക. അടുത്ത് ഹൈലൈറ്റ് കീ ഇൻഫർമേഷൻസ്. അതായത് 5W1H എന്ന് പറയുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെന്ത് ചെയ്യുക, പെട്ടെന്ന് ഓഡിയൻസിലോട്ട് എത്തിക്കുക. അതായത് അൺനെസസറി ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെലവെന്റ് അല്ലാത്ത ഡീറ്റെയിൽസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, അടുത്തത് നാലാമത്തെ സ്റ്റെപ്പാണ് യൂസ് എ കോൺവെർസേഷണൽ ടോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ സമയത്തും റേഡിയോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻഗേജിങ് ടോണിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, ആക്റ്റീവ് വോയിസുകളായിരിക്കണം സംസാരിക്കേണ്ടത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതാണ് യൂസ് എ കോൺവെർസേഷൻ ടോൺ എന്ന് പറയുന്നത്. അഞ്ചാമത്തതാണ് പ്രയോറിറ്റൈസ് ഇമ്മീഡിയസി എന്ന് പറയുന്നത്. അതായത് പെട്ടെന്നുള്ള, അതായത് കറന്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുക, കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റൈസ് ഇമ്മീഡിയസി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും റെലവെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, മുൻഗണന നൽകുക. ആറാമത്തെ പോയിന്റ് ആണ് ഇൻകോർപ്പറേറ്റ് സൗണ്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ആംബിയൻ സൗണ്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് കോട്ടുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകുക. ഓക്കെ, അപ്പോ അത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഒരു ന്യൂസ് സ്റ്റോറി ഒരു റേഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ സിംപ്ലിഫൈ ലാംഗ്വേജ്, രണ്ടാമത്തെ റൈറ്റ് ഫോർ ദ ഇയർ, മൂന്നാമത്തെ ഹൈലൈറ്റ് കീ ഇൻഫർമേഷൻ, 4 യൂസ് എ കോൺവെർസേഷണൽ ടോൺ, 5ാമത്തെ പ്രയോറിറ്റൈസ് ഇമ്മീഡിയസി, 6ാമത്തെ ഇൻകോർപ്പറേറ്റ് സൗണ്ട് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ റേഡിയോ നോക്കി, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലോട്ട് നോക്കി, പ്രിന്റ് മീഡിയ നോക്കി, ഇനി ടെലിവിഷൻ ആണ്. ടെലിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഫൂട്ടേജുകൾ ഉണ്ടായിരിക്കും, സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ വിഷ്വലി എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ റേഡിയോ നമുക്ക് കേൾക്കാൻ പറ്റും, ടെലിവിഷൻ എന്ന് പറയുന്നത് വായിക്കാൻ പറ്റും, ടെലിവിഷൻ നമുക്ക് കാണാനും വായിക്കാനും പറ്റും, പേപ്പർ എന്ന് പറയുന്നത് വായിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. അതായത് വായിക്കാൻ, അതായത് ന്യൂസ് പേപ്പറിൽ ന്യൂസ് ചാനലുകളിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും, അത് കേൾക്കാൻ പറ്റും, അതിലുള്ള വിഷ്വൽസ് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് ഒരു ടെലിവിഷൻ എന്ന് പറയുന്നത്. അതിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കീ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഫോക്കസ് ഓൺ വിഷ്വൽസ്. അതായത് ഓരോ വിഷ്വൽസ്, നമ്മുടെ കയ്യിലുള്ള വിഷ്വൽസുകൾ ഉണ്ടായിരിക്കും, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള ഇമ്പാക്ട്ഫുൾ സ്ക്രിപ്റ്റുകൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഈ സ്ക്രിപ്റ്റും വിഷ്വൽസും തമ്മിൽ നല്ല ബന്ധം വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത കീപ് ഇറ്റ് ബ്രീഫ്. അതായത് 60-90 സെക്കൻഡുകൾക്കുള്ളിൽ എന്ത് ചെയ്യണം, ഒരു ന്യൂസ് സ്റ്റോറി പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസെൻഷ്യൽ ഡീറ്റെയിൽസുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാക്റ്റുകൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക, വാർത്തകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കീപ് ഇറ്റ് ബ്രീഫ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് യൂസ് കോൺവെർസേഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജാർഗൺസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതും.
അടുത്തത് എംഫസൈസ് ഓഡിയോ ആൻഡ് വീഡിയോ സിങ്ക്, അതായത് സൗണ്ട് ബൈറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, മാച്ച് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു വാർത്ത നൽകുകയാണ്, അതിൽ മുഖ്യമന്ത്രിയുടെ സൗണ്ട് ബൈറ്റ് നൽകേണ്ട പകരം മറ്റൊരാളുടെ സൗണ്ട് ബൈറ്റ് നൽകുമ്പോൾ അത് മാച്ച് ആയിരിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, മാച്ച് ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിയൻസ് കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിഷ്വൽസിൽ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് യൂസ് സ്ട്രോങ് ലീഡ്സ് ആൻഡ് എൻഡിങ്സ് എന്നുള്ളതാണ്. ലീഡുകൾ എന്താണെന്നുള്ളത് അറിയാം. ആദ്യത്തെ പാരഗ്രാഫുകളാണ് ഓഡിയൻസിനെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല ലീഡുകൾ കൊടുക്കുക. ആൻഡ് ഫ്യൂച്ചർ ആയിട്ടുള്ള അടുത്ത നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എൻഡിങ്ങുകൾ നൽകുക. അടുത്തത് ആറാമത്തെ ആണ് ഇൻക്ലൂഡ് കോട്ട്സ് ആൻഡ് സൗണ്ട് ബൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ഇമ്പാക്ട്ഫുൾ കോട്ടുകൾ കൊടുക്കുക. ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്ന ഭാഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വാർത്തയിൽ നൽകാവുന്നതാണ്. ഇത് ഒരു ഒതന്റിസിറ്റി ഉണ്ടാക്കുന്നതിന്, ഒരു ഇമോഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരു ടെലിവിഷന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫോക്കസ് ഓൺ വിഷ്വൽസ് ആണ്, രണ്ടാമത്തത് കീപ് ഇറ്റ് ബ്രീഫ് ആണ്, മൂന്നാമത്തത് യൂസ് കോൺവെർസേഷണൽ ലാംഗ്വേജ്, 4 എംഫസൈസ് ഓഡിയോ ആൻഡ് വീഡിയോ സിങ്ക്, അഞ്ചാമത്തെ യൂസ് സ്ട്രോങ് ലീഡ് ആൻഡ് എൻഡിങ്, 6 ഇൻക്ലൂഡ് കോട്ട്സ് ആൻഡ് സൗണ്ട് ബൈറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഒരു ടെലിവിഷൻ ന്യൂസ് എഡിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ റിവ്യൂ റോ ഫുട്ടേജ്, അതായത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുട്ടേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ക്വാളിറ്റി കുറവുള്ള ഫുട്ടേജുകളാണ് എന്നുണ്ടെങ്കിൽ, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫുട്ടേജുകളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. റെലവൻറ്റ് ക്ലിപ്പുകൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. രണ്ടാമത് റൈറ്റ് എ വിഷ്വൽ ഡ്രൈവൺ സ്ക്രിപ്റ്റ്, അതായത് വിഷ്വലും അതുപോലെ തന്നെ വിഷ്വൽ ചെയ്ത് പറയാൻ കഴിയുന്നതും നമ്മളുടെ വീഡിയോസും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. ഓക്കെ, വിഷ്വൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, വിഷ്വൽസ് കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം, അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കുക. മൂന്നാമത്തത് യൂസ് ഗ്രാഫിക്സ് ആൻഡ് ക്യാപ്ഷൻസ്, അതായത് ചാർട്ടുകൾ, മാപ്പുകൾ, ഇപ്പോൾ സ്ക്രീനിൽ തന്നെ ടെക്സ്റ്റുകൾ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതാണ് യൂസ് ഗ്രാഫിക്സ് ആൻഡ് ക്യാപ്ഷൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ആഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർ എഫക്റ്റുകൾ എന്നുള്ളതാണ്. അതായത് വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇമോഷൻസിനെ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കുകളും കാര്യങ്ങളും എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഫൈനൽ റിവ്യൂ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതായത് നല്ല ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് എത്രയാണോ ടൈം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ആ സ്റ്റോറി മാറ്റിയെടുക്കുക. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിവ്യൂ റോ ഫുട്ടേജ് എന്നുള്ളതാണ്. രണ്ടാമത്തത് റൈറ്റ് എ വിഷ്വൽ ഡ്രൈവൺ സ്ക്രിപ്റ്റ്. മൂന്നാമത്തത് യൂസ് ഗ്രാഫിക്സ് ആൻഡ് ക്യാപ്ഷൻസ്. നാലാമത്തത് ആഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർ എഫക്റ്റ്. അഞ്ചാമത്തതാണ് ഫൈനൽ റിവ്യൂ ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് പോർട്ടൽസിനെ കുറിച്ചിട്ടാണ്. ന്യൂസ് പോർട്ടൽസ് എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. അത് ന്യൂസ് കണ്ടന്റുകൾ വിവിധ തരത്തിലുള്ള, ഉദാഹരണത്തിന് കറന്റ് അഫയേഴ്സ്, പൊളിറ്റിക്സ്, എന്റർടൈൻമെന്റ്സ്, സ്പോർട്സ്, ബിസിനസ്, ടെക്നോളജി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വാർത്തകൾ നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെയാണ് ന്യൂസ് പോർട്ടൽസ് എന്ന് വിളിക്കുന്നത്. ഈ പോർട്ടൽസുകൾ നമുക്ക് വെബ്സൈറ്റ് വഴി, മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. റിയൽ ടൈം ആയിട്ടുള്ള, അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഗ്ലോബൽ ഓഡിയൻസിന് ഇവർ നൽകാറുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ഡിജിറ്റൽ ഏജിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ന്യൂസ് പോർട്ടൽസ് എന്നുള്ളത്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് മോർ ഇന്ററാക്ടിവിറ്റി നൽകുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ന്യൂസ് പോർട്ടൽസ് എന്ന് പറയുന്നത്. അതിന്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റിയൽ ടൈം അപ്ഡേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയമാണോ ലൈവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആണ്. ഇമേജുകൾ, വീഡിയോസ്, പോഡ്കാസ്റ്റുകൾ, ഇൻഫോഗ്രാഫിക്സുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വാർത്തയെ കൂടുതൽ എൻഗേജിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് മൾട്ടിമീഡിയ ഇന്റഗ്രേഷനിൽ അതിലൂടെ നമുക്ക് ന്യൂസ് പോർട്ടലിലൂടെ ലഭ്യമാണ്. അടുത്തത് ഇന്ററാക്ടിവിറ്റി ആണ്. അതായത് കമന്റ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, ഷെയർ ചെയ്യാം,
പോൾസുകൾ, ഡിസ്കഷൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. അതാണ് ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു വാർത്ത നിങ്ങൾ ഓൺലൈനായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കമന്റുകൾ എഴുതാം, അത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ പോളുകളോ ഡിസ്കഷൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗ്ലോബൽ റീച്ച് ആണ് നാലാമത്തെ പോയിന്റ്. അതായത് ഏത് സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാൻ കഴിയും. ഒരു ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇല്ലാതെ, അതായത് ഒരു പ്രാദേശിക തടസ്സങ്ങളില്ലാതെ, പ്രദേശത്തിന്റെ തടസ്സങ്ങളില്ലാതെ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഒരു ന്യൂസ് പോർട്ടൽസിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് റിയൽ ടൈം അപ്ഡേറ്റ്, രണ്ടാമത്തെ മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, മൂന്നാമത്തെ ഇന്ററാക്ടിവിറ്റി, നാലാമത്തത് ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കീ ആസ്പെക്ട് ഓഫ് എഡിറ്റിംഗ് ഫോർ ഓൺലൈൻ പോർട്ടൽസ്. അതായത് ഓൺലൈൻ പോർട്ടൽസിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് എല്ലാ ഓൺലൈൻ റീഡേഴ്സ് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്താണോ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അത് കൃത്യമായിട്ട് പറയുക. വളരെ സ്മോളർ ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ പാരഗ്രാഫുകൾ മാത്രം നൽകുക. അത് ബെറ്റർ ആയിട്ട് ആളുകൾക്ക് വായിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകൾ ഉപയോഗിക്കുക. ഇതാണ് കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളതാണ് SEO. അതായത് നമുക്ക് ഗൂഗിളിൽ അതുപോലെ തന്നെയുള്ള സെർച്ച് എഞ്ചിനുകളിലൊക്കെ സെർച്ച് ചെയ്യാൻ, നമ്മൾ ഓരോ കീവേഡുകൾ സെർച്ച് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഓരോ കണ്ടന്റുകൾ എഴുതേണ്ടത്. അതായത് റെലവൻറ്റ് കീവേഡുകൾ ഹെഡ്ലൈൻസുകളിലും ബോഡികളിലും ഒക്കെ നൽകണം. എന്നാലേ അതിനുവേണ്ടി നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻസും ടാഗുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത് ഫോർമാറ്റിംഗ് ഫോർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്നുള്ളതാണ്. അതായത് ബുള്ളറ്റ് പോയിന്റുകൾ ഉപയോഗിക്കാം, നമ്പർ 1, 2, 3 എന്നൊക്കെ കൊടുത്തുള്ള നമ്പേർഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ ഉപയോഗിക്കാം, സബ് ഹെഡിങ്സുകൾ ഉപയോഗിക്കാം, തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം. ഹൈപ്പർ ലിങ്ക്സുകൾ ഉപയോഗിക്കാം. അതായത് കൂടുതൽ വായനകൾക്ക് വേണ്ടിയിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈപ്പർ ലിങ്കുകൾ, മറ്റൊരു വെബ്സൈറ്റിന്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. അതിലൂടെ അക്യുറസി നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, പിന്നെ മാത്രമല്ല നമ്മൾ മൊബൈൽ ഡിവൈസിന് കൂടിയുള്ള ലേഔട്ടുകൾ തയ്യാറാക്കണം. കാരണം എല്ലാ ആളുകളും കമ്പ്യൂട്ടർ വൈസ് ആക്സസ് ചെയ്യണം എന്നില്ല, ചിലപ്പോൾ മൊബൈലിലും ആക്സസ് ചെയ്യാം. അതുകൊണ്ട് മൊബൈൽ ഡിവൈസിലും പോകുന്ന രീതിയിലായിരിക്കണം ഇത് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ലേഔട്ടുകൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അടുത്തത് നാലാമത്തെ പോയിന്റ് ആണ് വിഷ്വൽ മീഡിയ ഇന്റഗ്രേഷൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജുകൾ, വീഡിയോസ്, അതുപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നതോട് കൂടിയിട്ട് അതിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് മൾട്ടിമീഡിയ കണ്ടന്റുകൾ വളരെ റെലവെന്റ് ആണ്, അത് കുറച്ചും കൂടി എൻഗേജിങ് ആക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇമേജുകൾ, വീഡിയോസ് ഒക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്യാപ്ഷൻസ് നൽകുക, അതിന് അടിക്കുറിപ്പായിട്ട് കാര്യങ്ങളൊക്കെ നൽകണം. അടുത്ത ഇന്ററാക്ടിവിറ്റി ആണ്. പോള്, ക്വിസുകൾ, കമന്റ് സെക്ഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നൽകുക. ഇത് റീഡേഴ്സിന് കുറച്ചും കൂടി എൻഗേജിങ് ആക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എപ്പോഴൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിന്റെ ടൈം ലൈൻസുകൾ നൽകുക. അതായത് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നൽകുന്നത് ഏറ്റവും ആദ്യം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ താഴെ, അങ്ങനെ ആക്കിയിട്ട് നൽകുക. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് ഫാക്ട് ചെക്കിംഗ് എന്നുള്ളതാണ്. അതായത് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുക. അതായത് സ്റ്റാറ്റിസ്റ്റിക്സുകൾ ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ, ഇമേജുകൾ, വീഡിയോസ് തുടങ്ങിയുള്ള എന്ത് ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ക്രെഡിബിൾ സോഴ്സിൽ വെച്ചുകൊണ്ട് ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊന്നും വിത്തൗട്ട് വെരിഫിക്കേഷൻസ് ഇല്ലാതെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവതരിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അടുത്ത ഏഴാമത്തെ പോയിന്റ് ആണ് എറർ ഫ്രീ കണ്ടന്റുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുക, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ ചെക്ക് ചെയ്യുക, പങ്ക്ച്വേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന് എറേഴ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. ഹൈപ്പർ ലിങ്ക്സുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഹൈപ്പർ ലിങ്ക്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് റിവ്യൂ ചെയ്യുക. അതായത് തെറ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റിലോട്ടുള്ള ഒരു ലിങ്കുകൾ നൽകാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിമീഡിയ കണ്ടന്റ് ഇൻ ന്യൂസ് പോർട്ടൽസ് എന്നുള്ളതാണ്. അതായത് മൾട്ടിമീഡിയ കണ്ടന്റുകൾ ന്യൂസ് പോർട്ടൽസുകളിൽ ഉപയോഗിക്കുന്നതിലൂടെ ഉള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ടെക്സ്റ്റുകൾ, ഇമേജ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ്, ഇന്ററാക്റ്റീവ് എലമെന്റ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് പോർട്ടൽസിൽ നൽകുന്നതിലൂടെ ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഓഡിയൻസിന് ലഭിക്കുന്നുണ്ട്. വളരെ വലിയൊരു എക്സ്പീരിയൻസുകൾ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വാർത്ത, ആ വാർത്തയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ ഉള്ളത്,
അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതിന്റെ ഒരു വാർത്തയെക്കുറിച്ചുള്ള വീഡിയോസ് കാണാം, ഇമേജുകൾ കാണാം, തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മൾട്ടിമീഡിയ കണ്ടന്റുകൾ ന്യൂസ് പോർട്ടൽസിൽ വരുന്നത് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള മൾട്ടിമീഡിയ കണ്ടന്റുകളാണ് ന്യൂസ് പോർട്ടൽസിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇമേജ് ആണ്. ഇമേജ് നമുക്കറിയാം ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകൾ കൊടുക്കാറുണ്ട്. അത് ന്യൂസ് സ്റ്റോറീസിൽ കൊടുക്കുന്നതിൽ കൂടിയിട്ട് ഒരു വിഷ്വൽ അപ്പീലുകൾ അല്ലെങ്കിൽ ആ വാർത്തയെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. രണ്ടാമത്തെ വീഡിയോസ് ആണ്. ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളാണ് കൊടുക്കുക. അതായത് കുറച്ചും കൂടി ഒരു റിപ്പോർട്ടിന് കുറച്ചും കൂടി സ്റ്റോറി ടെല്ലിംഗ് ഒന്നും കൂടി ഡൈനാമിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാർത്തയുടെ കൂടെ അതിന്റെ വീഡിയോസും കൂടി നൽകുന്നത് കൂടിയിട്ട് നമുക്ക് റീഡേഴ്സിന് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇൻഫോഗ്രാഫിക്സുകൾ മീൻസ് ചാർട്ടുകളാണ്. ചാർട്ടുകൾ, ഗ്രാഫുകൾ, മാപ്പുകൾ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓഡിയോ കണ്ടന്റുകൾ, പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ, ഇതൊക്കെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ ഓഡിയോ കണ്ടന്റിലൂടെ സാധിക്കും. ഇന്ററാക്റ്റീവ് എലമെന്റ്സുകൾ, ക്വിസ്, പോൾസ്, ക്ലിക്കബിൾ ടൈം ലൈൻസ്, ഇതൊക്കെ ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് അവർക്ക് കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻസ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അടുത്തതാണ് ആറാമത്തെ പോയിന്റ്, ലൈവ് സ്ട്രീംസുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസ് കോൺഫറൻസുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ അതിന്റെ ലൈവ് റിപ്പോർട്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി സഹായിക്കും. അടുത്തത് ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വിർച്വൽ റിയാലിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റിയിലൂടെ ഒക്കെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള, അതായത് റിയൽ ലൈഫിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജീസ് വരുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് തന്നെ വിർച്വൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹായിക്കും. ഉദാഹരണത്തിന് വിർച്വൽ റിയാലിറ്റി VR എന്ന് പറയുന്നത് നമുക്ക് 360 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള മൾട്ടിമീഡിയ കണ്ടന്റുകളൊക്കെ വരുന്നത് വഴി റീഡേഴ്സിന് അവരുടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുന്നത് അതിന്റെ ചാൻസുകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. നോട്ട്സുകൾ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ട്സുകൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 തവണ തന്നെ കേട്ട് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തന്നെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, അത് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.